കർമ്മമണ്ഡലത്തിൽ നിറസാന്നിധ്യമായി. മണ്ണാർക്കാടിന്റെ ജനപ്രിയ നായകൻ നമ്മുടെ ഈ പദപ്രഭാഷണ വേദിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ശംസുദ്ദീൻ MLA ഈ പ്രൗഢമായ സദസ്സിന് ആശംസ അറിയിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടി പ്രസംഗപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ MK ബാവഹാജി സാഹിബ് അവർകളെ, സ്വാഗതം ആശംസിച്ച MP ഹൈദരലി നദ്വി, വേദിയിലുള്ള പ്രിയങ്കരനായ KMCC ദുബായ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് CP ബാബു അവർകളെ, സമാദരണീയനായ MP മമ്മിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട EK മൊയ്തീൻ ഹാജി, ലത്തീഫ് പള്ളത്ത്, AP മുസ്തഫ, ഫക്രുദ്ദീൻ അലി, ഉണ്ണി വൈരങ്കോട്, സൈനുദ്ദീൻ കോയത്തങ്ങൾ, അബു മാസ്റ്റർ, ജാബിർ അമരിയിൽ, KP സലാം ഹാജി, കല്ലുങ്ങൽ കുഞ്ഞു മുഹമ്മദ് കുട്ടി ഹാജി, പറപ്പൂർ ഇബ്രാഹിം ഹാജി, ദേവസപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി സാഹിബ്, കുഞ്ഞീദു പറപ്പൂർ, നൗഫൽ ഹുദവി തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജഗനിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹാശസ്സുകൾ നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കായിദെ മില്ലത്ത് കൾച്ചറൽ സെന്ററിൻ്റെ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ ഈ വടക്കേ പല്ലാറിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേർന്ന് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതുപോലെ തന്നെ സിറാജുദ്ദീൻ കാസിമി, ശ്രദ്ധേയനായ ദീനി പ്രബോധകനും പ്രഭാഷകനുമാണ്. അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തി ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇവിടെ കാലങ്ങളായി ഈ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമാണ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പേരിലുള്ള ഈ സാംസ്കാരിക സംഘം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കായിദെ മില്ലത്ത് കൾച്ചറൽ ഫോറം പല്ലാർ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആരായിരുന്നു. നമ്മൾ ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഇവിടെ ഒരു ഡോക്യുമെന്ററി കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. പ്രസംഗത്തെക്കാൾ ഏതൊരു കാര്യവും അതിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുക. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സ്വതന്ത്ര ഭാരതത്തിൽ കെട്ടിപ്പടുത്തയാളാണ്. ലീഗിനെ നിലനിർത്താൻ തീരുമാനിച്ച വ്യക്തിത്വമാണ്. ലീഗ് പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റാണ്. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1948 മാർച്ച് മാസം 10-ാം തീയതി മദിരാശിലെ രാജാജി ഹാളിൽ വെച്ച് തുടങ്ങിയതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതുപോലെ തന്നെ പലരും ആ സംരംഭത്തിൽ നിന്ന് കായിദെ മില്ലത്തിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അക്കാലത്ത് നടത്തിയിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വൈസ്രോയി, സ്വതന്ത്രാനന്തര ഭാരതത്തിലും ഒരു വൈസ്രോയിയെ കുറച്ചു കാലത്തേക്ക് നിലനിർത്താൻ തീരുമാനിച്ചപ്പോൾ അത് മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു. ബ്രിട്ടീഷുകാരനായ മൗണ്ട് ബാറ്റൺ പ്രഭുവുമൊക്കെ
കായിദെ മില്ലത്തിനോട് ഈ പാർട്ടി രൂപീകരണത്തിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പിറകോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് തൻ്റെ വ്യക്തിപരമായ കാര്യമല്ലെന്നും ഇത് ഞാൻ ഏറ്റെടുത്ത ഒരു മതപരമായ ഉത്തരവാദിത്വമാണെന്നും ആ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ വ്യക്തിപരമായി തനിക്കാവില്ലെന്നും എന്ത് ഭീഷണികളും പ്രലോഭനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഈ ദൗത്യവുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഋഷിതുല്യനായി സൂഫിവര്യനായി നിഷ്കളങ്കതയോടെ കാപഢ്യമൊട്ടുമില്ലാതെ അഹങ്കാരമില്ലാതെ കേരളത്തിന്റെ ഇന്ത്യയിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ നിയമ നിർമ്മാണ വേളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഒപ്പുവെച്ചയാളാണ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇപ്പൊ ഭരണഘടന ആചരണ സമയമാണ്. ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും പ്രവിശാലമായ ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടനാ സഭയിൽ ഭരണഘടന നിർമ്മിക്കാൻ 3 കൊല്ലക്കാലം അന്ന് നിലവിലുള്ള രാജ്യത്തെ പ്രഗത്ഭമതികൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സമ്മേളിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ലീഗിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രവർത്തിച്ചയാളാണ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. കായിദെ മില്ലത്തിന്റെ കൂടെ അന്ന് ബി പോക്കർ സാഹിബ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ബാരിസ്റ്റർ, അക്കാലത്തിലെ ഏറ്റവും വലിയ വക്കീൽ, അന്ന് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോടൊപ്പം ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. നമുക്കറിയാം, അതിനുശേഷം ഇവിടെ ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്കും പിന്നീട് മഞ്ചേരിയിൽ നിന്ന് മണ്ഡലം കാണാതെ ലോകസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടത് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെയായിരുന്നു. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മഹാനായിരുന്നു. ആ കായിദെ മില്ലത്തിന്റെ പേരിൽ ഇവിടെ പല്ലാറിൽ തിരുനാവായ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്നുള്ളത്, കായിദെ മില്ലത്തിന്റെ പ്രസ്ഥാനമാണ് ലീഗ്. പക്ഷെ അതിനപ്പുറം ഈ മേഖലയിൽ പ്രത്യേകമായി കേന്ദ്രീകരിച്ച് ഇവിടുത്തെ മതപരവും രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കായിദെ മില്ലത്തിന്റെ സ്മരണയിൽ ഒരു നല്ല സംഘടനാ രൂപമുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകുന്ന മുഴുവൻ സംഘാടകരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. കായിദെ മില്ലത്തിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. കായിദെ മില്ലത്തിന്റെ രാഷ്ട്രീയം അത് വർഗീയമായിരുന്നില്ല, അത് സാമുദായികമായിരുന്നു. ഒരു സമുദായത്തിന്റെ വ്യക്തിത്വം, അതിന്റെ അസ്തിത്വം അത് നിലനിർത്താൻ ഈ ബഹുസ്വര സമൂഹത്തിൽ ഈ മതേതര രാജ്യത്ത് പ്രവർത്തിക്കാനാണ് കായിദെ മില്ലത്ത് ലീഗ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ലീഗ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ പോരാട്ട വീതിയിലാണ് നമ്മൾ ഇതര സമൂഹങ്ങളുമായി യോജിച്ചും സഹകരിച്ചും നിന്നുകൊണ്ട്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, ഇതര സമൂഹങ്ങളുടെ വികാര വിചാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്വന്തം സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം, അവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതാണ് കായിദെ മില്ലത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി, പിന്നീട് വന്ന സർക്കാരുകളൊക്കെ മതേതര ഗവൺമെന്റുകളായിരുന്നു. ആ മതേതര ഗവൺമെന്റുകളുടെ മുമ്പിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കുറെ കൂടി എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റാണ്. ആ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ശ്രമം എന്ന് പറയുന്നത് രാജ്യത്തെ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനാണ്. ഹിന്ദു മുസ്ലിം തർക്കങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 10-12 വർഷക്കാലമായി പ്രത്യേകിച്ച് നടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. സംഘപരിവാറും നരേന്ദ്രമോദിയും അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. ആ ശ്രമത്തിലും സമുദായത്തിന്റെ വികാരങ്ങൾക്കൊപ്പം നിൽക്കാൻ
അതിനുവേണ്ടി പോരാടാൻ നേതൃത്വം നൽകുന്നത് ഖായിദെ മില്ലത്തിന്റെ രാഷ്ട്രീയമാണ്, ലീഗ് രാഷ്ട്രീയമാണ്. ആർക്കാണത് അറിയാത്തത്? നമുക്കറിയാം, ഇന്ത്യയിലെ പ്രഥമ പാർലമെന്റ് തൊട്ട് ലീഗ് ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ ശരീഅത്ത് ഭീഷണി നേരിടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് വലിയ ശരീഅത്ത് സമ്മേളനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നു. സമ്മേളനങ്ങൾ നടത്തുന്നതും ശക്തി പ്രകടിപ്പിക്കുന്നതും ഒക്കെ ആവശ്യമാണ്. പക്ഷേ അന്നത്തെ സുപ്രീം കോടതി വിധിയായിരുന്നു ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തടസ്സം നമ്മുടെ രാജ്യത്തുണ്ടായത്. അതിനെ മറികടക്കാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരണം. ലീഗ് അതിന് നേതൃത്വം നൽകി. രാജീവ് ഗാന്ധി അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് അന്നത്തെ ശരീഅത്ത് പ്രതിസന്ധിയെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഞാൻ അതിന്റെ വിശാലമായ രാഷ്ട്രീയ വീക്ഷണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് സംഘ് പരിവാറിന്റെ ഭീഷണികൾ പലതായിരുന്നു. അതിൽ അവരേറ്റവും വിഷലിപ്തമായ അവരുടെ ഒരു ആയുധം കൂടി പുറത്തെടുത്തു. എന്തായിരുന്നു അത്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ അന്ന് തെരുവുകളിൽ ഇറങ്ങി സമരം ചെയ്തതാണ്. ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്യുന്ന നിയമം ഇന്ത്യ പാർലമെന്റിൽ CAA എന്ന പേരിൽ നരേന്ദ്രമോദി പാസാക്കിയപ്പോ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും നമ്മളാണ്. പാർലമെന്റിൽ അതിശക്തമായി ശബ്ദിച്ചു. ആ നിയമം കൊണ്ടുവരുമ്പോ തന്നെ അതിനെതിരെ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ആ നിയമം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് ഖായിദെ മില്ലത്തിന്റെ പാർട്ടിയാണ്. അവിടെ കൊണ്ട് അത് നിന്നില്ല. നരേന്ദ്രമോദിക്കും കൂട്ടർക്കും വലിയ ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ആയിരുന്നു കഴിഞ്ഞ പാർലമെന്റ്. ആ പാർലമെന്റിൽ അവരത് പാസാക്കിയപ്പോ തെറ്റായ സംഗതികൾ ചെയ്താൽ പിന്നെ ചോദിക്കാനുള്ള ഇടം കോടതിയാണ്. ലീഗ് പാർട്ടിയാണ് ആദ്യമായി സുപ്രീം കോടതിയിലേക്ക് ഓടിയത്. ഇതാ ഈ രാജ്യത്ത് ഒരു പ്രബല ന്യൂനപക്ഷത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ്. അത് RSSന്റെ താല്പര്യമാണ്. RSSന്റെ സ്വപ്നങ്ങളിൽ ഒന്ന് അവരുടെ വിശ്വാസധാരയോട് യോജിക്കാത്തവരെ ഈ നാട്ടിലെ പൗരന്മാരായി പോലും കാണാൻ പാടില്ല എന്നതാണ്. അവർ രണ്ടാംകിട പൗരന്മാരാവണം. അവർക്ക് പൗരത്വം നിഷേധിക്കണം. അത് 100 കൊല്ലം മുമ്പ് RSS സ്വപ്നം കണ്ട സാഹചര്യമാണ്. അതാണ് പിന്നീട് നരേന്ദ്രമോദിക്ക് ഭരണം കിട്ടിയപ്പോ കഴിഞ്ഞ ഭരണകാലയളവിൽ പുറത്തു വന്നത്. സുപ്രീം കോടതിയിലേക്ക് നമ്മൾ ഓടി. ഇന്ന് അതിനെതിരായ കേസ് ഇപ്പോഴും വിധി പറയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ സർക്കാരിന് പിറകോട്ട് പോകേണ്ടി വന്നു. അവിടെയും ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ലീഗ് രാഷ്ട്രീയത്തിനാണ് സാധിച്ചത്. അങ്ങനെ ദേശീയ തലത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. ബാബരി മസ്ജിദിന്റെ തർക്കം കൊടുമ്പിരി കൊണ്ടപ്പോ അയോധ്യയിലെ ഫൈസാബാദിൽ നൂറ്റാണ്ടുകളോളം നമസ്കരിച്ച പള്ളി അവിടെ തകർക്കുകയും മറ്റൊരു ആരാധനാലയം നിർമ്മിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ കോടതിയുടെ വിധി അംഗീകരിക്കാമെന്ന് പറഞ്ഞു. കോടതി വിധി തിരിച്ചു വന്നത് അവിടെ തൽക്കാലം ക്ഷേത്രം തുടരാനും തൊട്ടപ്പുറത്ത് പള്ളിക്ക് സ്ഥലം കൊടുത്ത് അവിടെ പള്ളി നിർമ്മിക്കാനുമാണ്. അപ്പൊ ഈ രാജ്യത്ത് കോടതി പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് തീർപ്പാകുന്നു. പക്ഷേ അതിനു മുമ്പ് ആ പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇനിയും ഇതുപോലെ നിരവധി പള്ളികളുടെ മുകളിലേക്ക് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് അക്കാലത്ത് നമ്മളൊരു നിയമത്തിന് വേണ്ടി വാദിച്ചു. ബനാത്ത് വാല സാഹിബും സെട്ടു സാഹിബും ഒക്കെ ഇന്ത്യൻ പാർലമെന്റിലുള്ള കാലമാണ്. അവര് പറഞ്ഞു, ഇതിങ്ങനെ ഓരോ ആരാധനാലയങ്ങളുടെ മേലിലും തർക്കം വന്ന് രാജ്യത്ത് മതജനവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്നും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇതിനൊരു അടിസ്ഥാനം വേണം.
അങ്ങനെ അന്ന് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആരാധനാലയ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ടത്. 1947 ആഗസ്റ്റ് മാസം 15 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. അന്ന് ഒരു ആരാധനാലയം ക്ഷേത്രമാണെങ്കിൽ എല്ലാ കാലത്തും അത് ക്ഷേത്രമായിരിക്കണം. അന്ന് ഒരു ആരാധനാലയം മസ്ജിദാണെങ്കിൽ, പള്ളിയാണെങ്കിൽ അതെല്ലാ കാലത്തും പള്ളിയായിരിക്കണം. അത് ഈ രാജ്യത്തെ നിയമമാണ്. ഇപ്പോ ആ നിയമത്തിനെതിരെ 10-30 കൊല്ലം കഴിഞ്ഞപ്പോ സംഘപരിവാർ ഉറഞ്ഞു തുള്ളുകയാണ്. അവർ കോടതികളിലൊക്കെ ആ നിയമം ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞ് പുതിയ ഹർജികളുമായി മുന്നോട്ട് പോകുന്നു. രാജ്യത്ത് മറ്റൊരുപാട് പള്ളികളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു. ചില കോടതികളും അതിൽ സർവേ നടത്താനും മറ്റും ഉത്തരവിടുന്നു. അതിനെ തുടർന്ന് സംഘർഷമുണ്ടാകുന്നു. ഏകപക്ഷീയമായി മുസ്ലിം സഹോദരന്മാർ വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നു. ആരാണ് അവിടെയൊക്കെ ഓടിയെത്തിയത്? അവിടെയൊക്കെ ഓടിയെത്തിയത് നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ പാർലമെന്റ് അംഗങ്ങളാണ്, നമ്മുടെ നേതാക്കന്മാരാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ പോയി എന്നിട്ട് പറഞ്ഞു ഇവിടെ നടക്കുന്നത് എന്താണ്, അതിൽ ഇടപെടണം. അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ടു. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, അതുകൊണ്ട് എല്ലാ പള്ളിയുടെയും അടിവേര് മാന്തുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി പറഞ്ഞതും നമ്മൾ കേസ് കൊടുത്തത് കൊണ്ടാണ്, നമ്മൾ അതിശക്തമായി അതിന്റെ പിന്നിൽ നിന്നത് കൊണ്ടാണ്. അപ്പോ ദേശീയമായാലും സംസ്ഥാനത്തിലെ പ്രശ്നങ്ങളായാലും ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും നിലനിർത്താൻ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളുടെ ഒരു ചെറിയ നേർക്കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി, ഈ വിദ്യാഭ്യാസ പുരോഗതി വെറുതെ ഉണ്ടായതാണോ? 10-30 കൊല്ലം 10-40 കൊല്ലം മുമ്പുള്ള സ്ഥിതിയാണോ ഇന്ന്? അല്ല. ധാരാളം നമ്മുടെ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വന്നു. വെറുതെയാണോ? കേരളത്തിൽ ആദ്യമായി ലീഗിന് ഭരണ പങ്കാളിത്തം കിട്ടിയപ്പോ അന്ന് ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ തീരുമാനിച്ചത് ലീഗ് മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ എടുക്കേണ്ട വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. CH വിദ്യാഭ്യാസ മന്ത്രിയായി, തുടർന്ന് പലരുമായി. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഈ മേഖലകളിൽ സ്കൂളുകൾ ഉണ്ടായി, കോളേജുകൾ ഉണ്ടായി. നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജിന് പണമില്ലാതെ വന്നപ്പോ ഫറൂഖ് കോളേജ് സ്ഥാപിക്കുന്നത്, അതിനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അന്ന് ഈ സംസ്ഥാനത്ത് വളരെ അപൂർവം ആളുകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമേ വാഹനങ്ങളുള്ളൂ. ലീഗ് പാർട്ടിക്കുണ്ടായിരുന്ന വാഹനം വിറ്റ് അതിന്റെ പണം കൊണ്ടാണ് ഫറൂഖ് കോളേജിന് അസ്ഥിവാരമിട്ടത്. ആ ഫറൂഖ് കോളേജ് മലബാറിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നടത്തിയ സേവനം എത്രയോ ആളുകൾക്ക് ഡിഗ്രി നൽകി. ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന കലാലയമായി ഫറൂഖ് കോളേജ് മാറി. ഒരു ഓട്ടോണമസ് കോളേജായി ഫറൂഖ് കോളേജ് മാറി. അങ്ങനെ ഒരു ഫറൂഖ് കോളേജ് മാത്രമല്ല, തിരൂരങ്ങാടി കോളേജായാലും മമ്പാട്ട കോളേജായാലും അങ്ങനെ നിരവധി കലാലയങ്ങൾ ഉണ്ടാക്കി. ഓരോ പഞ്ചായത്തിലും ഒരു സ്കൂൾ ഉണ്ടാകണമെന്ന് CH നിയമം കൊണ്ടുവന്ന് സ്കൂളുകൾ ഉണ്ടാക്കി. അക്കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH തിരുവനന്തപുരം കോട്ടൺ ഹിൽസ് സ്കൂളിന്റെ അടുത്തുകൂടി യാത്ര ചെയ്തു പോകുമ്പോ കാറിലുണ്ടായിരുന്ന സീതി ഹാജിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അന്ന് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് സ്കൂൾ വിട്ടപ്പോ. അപ്പൊ സീതി ഹാജിയോട് CH ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ പെൺമക്കളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന ഒരു കാലം ഉണ്ടാവൂലേ? 55 കൊല്ലം മുമ്പാണ്. അപ്പൊ ആ ഒരു സ്വപ്നമാണ് പിന്നീട് പെൺമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ, മുസ്ലിം പെൺകുട്ടി സ്കൂളിലേക്ക് വന്നാൽ 100 രൂപ സ്കോളർഷിപ്പ് കൊടുക്കാം എന്ന് തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ കരുതും 100 രൂപ കൊണ്ട് എന്ത് നടക്കാനാണ്? ഇന്ന് കടല വാങ്ങാനും ചോക്ലേറ്റ് വാങ്ങാനും 100 രൂപ തികയില്ല. ഇന്നല്ല തീരുമാനിക്കുന്നത്, 50 കൊല്ലം മുമ്പാണ്. ആ 100 രൂപ കൊണ്ട് അന്ന് പുസ്തകവും കിട്ടും, ഡ്രസ്സും കിട്ടും, കൊടയും കിട്ടും, ബാഗും കിട്ടും, ഒക്കെ കിട്ടിയാലും പൈസ ബാക്കിയാണ്. അങ്ങനെ പെൺമക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ പ്രോത്സാഹനങ്ങൾ ഇന്ന് സ്കൂളിന്റെ മുമ്പിലല്ല, കോളേജുകളിൽ പോയാൽ, മെഡിക്കൽ കോളേജുകളിൽ പോയാൽ തട്ടമിട്ട മക്കന ധരിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം പെൺകുട്ടികളെ നമുക്ക് ഉന്നത വിദ്യാലയങ്ങളിൽ കാണാൻ സാധിക്കും. സിവിൽ സർവീസിൽ പോലും, സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ IAS ഉം IPS ഒക്കെ ഉള്ള ഉയർന്ന ജോലി കിട്ടുന്ന പരീക്ഷയാണ്.
ആ പരീക്ഷ പോലും പാസ്സാക്കുന്നവരുടെ ഗണത്തിൽ മുസ്ലിം സമുദായത്തിലെ പെൺമക്കളെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. സമുദായത്തിൽപ്പെട്ട കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന, അതിന് ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വിദ്യാഭ്യാസ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. അങ്ങനെ വിദ്യാഭ്യാസ പ്രോത്സാഹനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ലീഗ്. അതുപോലെ തന്നെ നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഇവിടെ സ്വാഗതം പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈദർ സാഹിബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ട സന്ദർഭം നമുക്കറിയാം. 2009 ബഹുമാനപ്പെട്ട തങ്ങൾ വഫാത്തായപ്പോ 2010 നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു, ശിഹാബ് തങ്ങളുടെ ഓർമ്മക്ക് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ അതിനകം തന്നെ ശിഹാബ് തങ്ങളുടെ സ്മരണയിൽ രാജ്യത്തെ ദേശീയ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. തപാൽ സ്റ്റാമ്പ് സാധാരണ പുറത്തിറക്കല് ഇന്ത്യയുടെ പ്രസിഡന്റ് മരിച്ചാലാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മരിച്ചാലാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് മരിച്ചാലാണ്. അങ്ങനെ അത്തരം ഉയർന്ന പദവികളിലുള്ളവർ വിടവാങ്ങുമ്പോഴാണ് അവരുടെ ഓർമ്മക്ക് തപാൽ സ്റ്റാമ്പ് ഇറക്കുന്നത്. അല്ലെങ്കിൽ വലിയ പത്മഭൂഷൺ, പത്മശ്രീ ഒക്കെ കിട്ടിയ വലിയ വലിയ ആളുകൾക്കാണ്, വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. പക്ഷെ ശിഹാബ് തങ്ങൾ മരിച്ചപ്പോ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ്, ദേശീയ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ശിഹാബ് തങ്ങളുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഇറക്കണം. ശിഹാബ് തങ്ങൾ ഒരു ദേശീയ പൗരനാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വലിയ സംഭാവനകൾ അർപ്പിച്ച മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ശിഹാബ് തങ്ങളുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. രാജ്യത്ത് പല ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ശിഹാബ് തങ്ങളുടെ പേരിട്ടിരുന്നു. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നടന്നിരുന്നു. പക്ഷെ ആ ഒന്നാമത്തെ ആണ്ടിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി, ശിഹാബ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അതായിരുന്നു, പാവങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളിൽ ബൈത്തുർ റഹ്മകൾ എന്ന പേരിൽ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് അക്കാലത്ത് തന്നെ 2010 ഏറ്റവും ചുരുങ്ങിയ 650 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെക്കണമെങ്കിൽ 3 ലക്ഷം ഉറുപ്പ്യ വേണം. അപ്പൊ ഇതങ്ങനെ ചെറിയ പരിപാടിയല്ലല്ലോ. റിലീഫ് പ്രവർത്തനം നടത്തുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ. ഇതൊക്കെ നടക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ശിഹാബ് തങ്ങളുടെ പേരിലായപ്പോ, നമ്മളത് നാട്ടിൽ ജനങ്ങളോട് പറഞ്ഞപ്പോ എല്ലാവരും സഹകരിച്ചു. പ്രത്യേകിച്ച് KMCCയുടെ പ്രതിനിധി ബാബുവിനെ പോലുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, പ്രവാസികൾ, ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, അവരതിന്റെ ഭാഗമായപ്പോ 8000-ൽ പരം ബൈത്തുറഹ്മകൾ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളിൽ ഈ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിലും ഉണ്ടായി. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കുക എന്ന സ്വപ്നവുമായി കഴിയുന്ന നിരവധി കുടുംബങ്ങൾക്ക്, കുടുംബിനികൾക്ക് അതൊരാശ്വാസമായി. 8000-ഓളം വീടുകൾ, അതൊരു വലിയ വിപ്ലവമാണ്. ജീവിച്ചിരിക്കുന്ന ശിഹാബ് തങ്ങൾ ഈ നാട്ടിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കിയപ്പോ മരണപ്പെട്ട ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ, അതാണ് ഒരു നേതാവിന്റെ ഓർമ്മയിലാണ് 8000 വീടുകൾ ഈ രാജ്യത്ത് പണി കഴിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ശിഹാബ് തങ്ങളുടെ പേരിൽ എത്രയോ ഡയാലിസിസ് സെന്ററുകൾ, പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നു. CH സെന്ററുകൾ, എല്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CH സെന്ററുകൾ. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്, MLA-മാരാണ്. ഞങ്ങളെയൊക്കെ കാണാൻ ആശുപത്രി ചികിത്സയുമായി പലരും സമീപിക്കാറുണ്ട്. പലപ്പോഴും അത് ആശുപത്രിയിൽ വിളിച്ചു പറയാനായിരിക്കും, പല ആശുപത്രിയിലേക്കും പോകുമ്പോൾ. എന്നാൽ ഏറിയ കൂറും ഞങ്ങളെ കാണുന്ന ആളുകൾ ചോദിക്കുന്നത്, ഞങ്ങൾ തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സക്ക് പോവുകയാണ്, അവിടുത്തെ CH സെന്ററിലേക്ക് ഒരു കത്ത് തരുമോ? രാഷ്ട്രീയ, ജാതി, മത ഭേദമന്യേ എല്ലാവരും ചോദിക്കുന്നതാണ്. അവിടേക്ക് ഒരു കത്ത് കൊടുത്താൽ, അവിടെ ചെന്നാൽ ഒരാൾക്ക് RCCയിലേക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗബാധിതരാണ് RCCയിലേക്ക് പോവുക. ഒരു മനുഷ്യനെ ഏറ്റവും തളർത്തുന്ന ഒരു വാർത്തയാണല്ലോ അയാൾക്ക് ക്യാൻസർ ആണ് എന്ന് പറയുന്നത്.
ആ രോഗികൾക്ക് പിൻബലമായി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് RCC ആണ്. അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട മരുന്ന്, അവർക്ക് വേണ്ട ടെസ്റ്റുകൾ. സർക്കാർ ആശുപത്രിയാകുമ്പോൾ അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. അതെല്ലാം പരിഹരിക്കപ്പെട്ടു കൊടുക്കുന്നത് ഈ CH സെന്ററാണ്. ഒരു ആശുപത്രി സമുച്ചയം പോലെ 4-5 നിലകളിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ CH സെന്റർ. അവിടെ കുട്ടികളുടെ വാർഡുണ്ട്, മുതിർന്നവർക്കുള്ള വാർഡുണ്ട്, സീരിയസ് ആയുള്ളവർക്കുള്ള വാർഡുകളുണ്ട്. അതിലൊക്കെ വളണ്ടിയർമാരുണ്ട്. അപ്പോൾ ആ CH സെന്റർ നൽകുന്ന സേവനം ചെറുതല്ല. അത് ഒരു തിരുവനന്തപുരത്തെ CH സെന്റർ മാത്രമല്ല, കോഴിക്കോട്ടും അങ്ങനെ എവിടെയൊക്കെ ആശുപത്രി ഉണ്ടോ പ്രധാന ആശുപത്രികളുമായി ചേർന്ന് തലശ്ശേരിയിൽ, കോഴിക്കോട്ടെ MBR ക്യാൻസർ സെന്ററിന്റെ സമീപത്ത് ഒക്കെ CH സെന്റർ ഉണ്ട്. നമ്മളെ തിരൂരിൽ ഇപ്പോ CH സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ഒരു CH സെന്റർ സമുച്ചയത്തിന്റെ പണി, കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന CH സെന്ററിന്റെ പണി തിരൂർ പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറെ കൂടി വിപുലമായ കാഴ്ചപ്പാടുകളുണ്ട്. ബുദ്ധി മാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കുള്ള പരിശീലനം വരെ തിരൂർ CH സെന്ററിന്റെ അജണ്ടകളിലുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഒരു കൊടക്ക് കീഴിൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ വൃക്ഷത്തിന് കീഴിൽ ഇത്രയേറെ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ ആളുകളെ സംഘടിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ആ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം മനുഷ്യനെ ജീവിക്കാൻ, സഹജീവികൾക്ക് കാരുണ്യം പകരാൻ, അത് ഖുർആന്റെ സന്ദേശമാണ്. അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. വഴിയിലെ മുള്ളു നീക്കുന്നത് തുടങ്ങി ആളുകൾക്ക് സഹായം ചെയ്യാം, പരോപകാരം ചെയ്യുക എന്നുള്ളത്. ആ പരോപകാരത്തിന്റെ രാഷ്ട്രീയമാണ് ലീഗ് നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഒരു കേന്ദ്രമായി ഈ പല്ലാറിലെ ഖായിദെ മില്ലത്ത് സെന്റർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വാർഷിക മഹാസമ്മേളനം പോലെയാണ് ഇന്നത്തെ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. CH സെന്ററുകളും ബൈത്തുറഹ്മകളും അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടത്തുന്നതോടൊപ്പം രാഷ്ട്രീയമായ ആളെ സംഘടിപ്പിച്ചും സാമൂഹ്യമായ ഐക്യം ശക്തിപ്പെടുത്തിയും മുന്നോട്ടു പോകാനും ലീഗ് പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വഖഫ് നിയമത്തിൽ കൈവച്ച് വഖഫിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്താണ് വഖഫ്? നമ്മുടെ പൂർവികർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും, ഈ കൂട്ടത്തിൽപ്പെട്ടവരും ചിലപ്പോൾ ഉണ്ടാവും. അവനവന്റെ സ്വത്തിന്റെ ഒരു വിഹിതം പള്ളി, മദ്രസ, ദർഗ അതുപോലുള്ള മതപരമായ കാര്യങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് വഖഫ് സ്വത്തുക്കൾ. ആ സ്വത്തുക്കൾ അന്യാധീനപ്പെടാതിരിക്കാനും അത് എന്നും ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചു പോകാനും ഈ നാട്ടിൽ ചില നിയമങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നവർ ന്യൂനപക്ഷങ്ങളുടെ എല്ലാ കാര്യങ്ങളും അരക്ഷിതാവസ്ഥയിലാക്കുന്ന കൂട്ടത്തിൽ ഈ വഖഫും അരക്ഷിതാവസ്ഥയിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ കേന്ദ്രം പഴയ പോലെയല്ല. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ മാറ്റങ്ങൾ ഉണ്ടായി. 400 സീറ്റുമായി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും, എന്നിട്ട് ഇവിടുത്തെ ഭരണഘടനയൊക്കെ മാറ്റി ഒരു മതഭരണഘടന ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് തെറ്റിപ്പോയി. സ്വന്തം നിലക്ക് ഭൂരിപക്ഷം പോലും കിട്ടാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമാപിച്ചത്. അപ്പൊ അതിനുശേഷമുള്ള പാർലമെന്റ് പഴയ പാർലമെന്റ് പോലെയല്ല. അപ്പം ചുട്ടെടുക്കുന്ന വേഗത്തിൽ നിയമം പാസാക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും അവർ ശ്രമിച്ചു നോക്കി വഖഫ് നിയമത്തെ ദുർബലപ്പെടുത്താൻ. പക്ഷേ പാർലമെന്റിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 10-60 പേരുടെ വ്യത്യാസമേ ഉള്ളൂ. പഴയ പാർലമെന്റ് പോലെയല്ല. പഴയ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല 2 തവണ. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അവിടെ ഒക്കെ ഉണ്ടായ ശക്തമായ പ്രതികരണത്തിന്റെ ഭാഗമായി ആ നിയമം മാറ്റിവെച്ചു. എന്നാൽ ഇന്ന് അതൊക്കെ പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഈ ചെറായി എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കേന്ദ്രം, അവിടെ ഒരു വഖഫ് പ്രശ്നം ഉയർന്നു വന്നു.
അത് പഴയ കാലത്ത് ഫറൂഖ് കോളേജിന് ആരോ കൊടുത്ത ഭൂമിയാണ്. അത് വഖഫാണെന്നും അല്ലെന്നും രണ്ടഭിപ്രായമുണ്ട്. ഫറൂഖ് കോളേജ് കമ്മിറ്റി ആ ഭൂമി വിറ്റു. ഭൂമി വിറ്റ ആളുകളിൽ നിന്ന് പൈസ വാങ്ങി. ആ പൈസ കൊണ്ട് ഫറൂഖ് കോളേജിൽ ഹോസ്റ്റലും കിട്ടി. പിന്നെ അത് വിറ്റത് ശരിയാണോ, അത് വിൽക്കാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങളുണ്ടായി. കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് സ്വത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കമ്മീഷനെ പഴയ കാലത്ത് ഗവൺമെന്റ് വെച്ചതിന്റെ കൂട്ടത്തിൽ ഇതും അതിന്റെ കൂട്ടത്തിൽ പോയി. അപ്പൊ ഫലത്തിൽ അവിടെ താമസിക്കുന്ന 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് അതൊരു പ്രശ്നമായി. അപ്പൊ അത് കത്തിക്കാൻ ഇവിടെ പലരും ശ്രമിച്ചു. അതാണ് തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചാന്നോ പറയണം, അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നല്ലോ തൃശ്ശൂരിൽ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച പാർലമെന്റ് അംഗം പറഞ്ഞു, വഖഫ് എന്ന് പറഞ്ഞാൽ കിരാതമാണ്. അതാണ് ഈ എറണാകുളത്ത് കാണുന്നത്, എല്ലാവരുടെയും ഭൂമി വെട്ടിപ്പിടിക്കലാണ് വഖഫ് എന്ന്. അപ്പൊ കള്ളപ്രചരണമാണ്. എറണാകുളത്തെ പ്രശ്നം എന്ന് പറയുന്നത് കമ്മിറ്റി ഭൂമി വിറ്റതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ്. അത് വഖഫ് ചെയ്ത ഫറൂഖ് കോളേജ് കമ്മിറ്റി ആ ഭൂമി വിറ്റു. വിറ്റവരിൽ നിന്ന് പണം വാങ്ങി. അപ്പോ വീണ്ടും പിന്നീട് അത് വഖഫാണ് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നമാണ്, അല്ലാതെ അത് വഖഫിന്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പോഴാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എല്ലാ നമ്മുടെ മത നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി. ഈ പ്രശ്നം ആളിക്കത്തിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. അവിടെ നിന്ന് ആരെയും കുടിയിറക്കേണ്ടതില്ല. കാരണം ആ ഭൂമി കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ആ ഭൂമി അവർ ഇന്ന് താമസിക്കുന്ന ആളുകൾ പണം കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോ മതസൗഹാർദ്ദത്തിനൊരു പോറലേൽക്കാൻ പാടില്ല. സർക്കാർ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. സർക്കാർ പെട്ടെന്ന് നിലപാട് സ്വീകരിക്കൂല. കാരണം ഇത് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ. സംഘപരിവാറാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനും നിൽക്കുകയാണ്. അപ്പൊ അവിടെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തിയത്. ആ സൗഹൃദം സാദിഖ് അലി ശിഹാബ് തങ്ങൾ റോമിൽ വരെ എത്തി മാർപ്പാപ്പയെ കാണുന്ന സ്ഥിതി ഉണ്ടാക്കി. ഇത് തന്നെയാണ് ബാബരി മസ്ജിദ് തകർന്ന കാലത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ചെയ്തത്. അന്ന് ശിഹാബ് തങ്ങളെ വിമർശിച്ചവരുണ്ടായിരുന്നു. പള്ളി അവിടെ പൊളിഞ്ഞു കിടക്കുമ്പോ ഇവിടെ ഈ ജാതി സമാധാനത്തിന്റെ വർത്തമാനം പറയാൻ പാടുണ്ടോ എന്ന് തങ്ങളോട് അന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. പക്ഷേ കാലം കടന്നുപോയപ്പോ പറഞ്ഞല്ലോ, അന്ന് തങ്ങളെടുത്ത നിലപാടാണ് ശരി. ഇന്ത്യയിൽ കേരളം ഒഴികെ എല്ലാ സംസ്ഥാനത്തും വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ആർക്കാ നഷ്ടം? ന്യൂനപക്ഷങ്ങൾ, എണ്ണത്തിൽ കുറഞ്ഞവർക്കല്ലേ എപ്പോഴും നഷ്ടമുണ്ടാകുക. ആരെങ്കിലും ആ നഷ്ടം വകവെച്ചു കൊടുത്തോ? എത്രയോ പാവങ്ങൾ തെരുവിലെറിയപ്പെട്ടു, എത്രയോ വർഗീയവാദികളല്ല. അതുകൊണ്ട് മലപ്പുറത്തെ ഒരു ക്ഷേത്രത്തിന്റെ ഓട് പോലും കേടുവരാൻ പാടില്ല. അങ്ങനെ കേടാവാതെ നോക്കാൻ മതവിശ്വാസികളായ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. നിങ്ങൾ അവർ ആരാധിക്കുന്നതിനെ വിളിച്ച് അധിക്ഷേപിച്ചാൽ അവർ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ വിളിച്ച് അധിക്ഷേപിക്കും. അപ്പം മതവിശ്വാസത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഖുർആന് തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ആ കാഴ്ചപ്പാടാണ് അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നതയ്ക്ക് വേണ്ടി സംഘപരിവാറും ഇവിടുത്തെ ഭരണകൂടവും ചില കള്ളക്കളികൾ കളിച്ചപ്പോ അതിനെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ടത്. ഈ നാടിന്റെ മതസൗഹാർദ്ദം വളരെ പ്രധാനമാണ്. സംഘർഷവും സംഘട്ടനങ്ങളും മതങ്ങൾ തമ്മിലും ഐക്യമില്ലാത്തൊരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരിക ന്യൂനപക്ഷങ്ങളാണ്. അവരുടെ പുരോഗതിയെയാണ് അത് ബാധിക്കുക. അതെല്ലാം തിരിച്ചറിയുന്നവരാണ് നമ്മുടെ നേതൃത്വത്തിലുള്ളത്. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം അത് തന്നെയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ, ഈ വിശാലമായ അജണ്ടകളെ മുഴുവനും പ്രാവർത്തികമാക്കാൻ ഖായിദെ മില്ലത്ത് എന്ന് പറയുന്ന നമ്മളുടെ സ്ഥാപക നേതാവിന്റെ സ്മരണയിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ കൾച്ചറൽ സെന്ററിന്, ഈ സംഘടനയ്ക്ക്
എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.